ഇപ്രാവശ്യം ഞാൻ പാകിസ്ഥാന്റെ ഒരു സുഹൃത്ത് കറാച്ചി സ്വദേശിയ ഇപ്രാവശ്യം അവിടുത്തെ ഏറ്റവും വലിയ കറാച്ചിയിൽ ക്രിസ്തുമസ് റാലി നടത്താൻ പോകും. പാകിസ്ഥാനിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ മുസ്ലിംസ് അവിടെ പോയി, അവിടെ ഭയങ്കര മുസ്ലിം കഴിഞ്ഞ പാസ്റ്ററെ വെടിവെച്ച് കൊല്ലുന്നു, അത് കൊല്ലുന്നു, ഇത് കൊല്ലുന്നു. അതായത് മനസ്സിലാക്കുക, പാകിസ്ഥാനിൽ പോലും റിവൈവൽ നടക്കുകയാണ്. കാരണം പാകിസ്ഥാനിലെ പ്രശ്നം എന്തുവാ, ഈ ഉയർന്ന കൂട്ടരായ മുസ്ലിങ്ങൾക്ക് ഈ താഴെ കൺവേർട്ട് ചെയ്തു വന്ന മറ്റുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ ദൂരെയായിട്ടാണ് കാണുന്നത്. അത് അവർക്കും പ്രശ്നമാണ്. പിന്നെ അതേപോലെ പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ മിഷണറി പ്രോഗ്രാം നടത്തുന്ന ആരാണ്? കൊറിയൻസാണ് നടത്തുന്നത്. ചൈനീസ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ചൈനയെന്ന് പോയ ചൈനീസ് മിഷണറിമാര് പാകിസ്ഥാനിൽ സുവിശേഷം നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും. ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ പാകിസ്ഥാനെ പോലെയോ ചൈനയെ പോലെയോ ഇത്ര പ്രശ്നമൊന്നുമില്ല. എല്ലാത്തിനും BJP വന്നാലും RSS വന്നാലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. കാരണം ജനാധിപത്യ രാജ്യം. ചില സന്ദർഭങ്ങളിൽ അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ കൂടും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാകും. പക്ഷെ ഒരു പരിധി വരെ ഉള്ളൂ. ഇതാണ് ഞാൻ ഈ പറയുന്നത്. നൈജീരിയയെ പോലെ വെടിവെച്ച് കൊല്ലാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യക്ക് ആ രീതിയിൽ പോകാൻ പറ്റത്തില്ല. അത്ര പെട്ടെന്ന് സ്റ്റേറ്റും ഗവൺമെന്റിനും പല രീതിയിലും ഇന്റർനാഷണൽ ബോഡികളൊക്കെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വരുന്നതേ ഉള്ളൂ, ഇതേപോലെയുള്ള നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടോ, അതായത് ആന്റി കൺവേർഷൻ ബില്ല് പാസ്സാക്കിക്കൊണ്ടോ, ഹൈക്കോടതിയുടെ ഓർഡർ വന്നോ സുപ്രീം കോടതിയുടെ ഓർഡർ വന്നാലൊന്നും ഒരു മനുഷ്യന് അവന്റേതായ ഫ്രീഡം ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്. അവൻ ആ രീതിയിൽ ചിന്തിക്കും. നിങ്ങളിപ്പോ റിസർവേഷന്റെ പ്രശ്നം പറഞ്ഞു. ഒരു കാര്യം ചെയ്യട്ടെ, ആ തെലങ്കാനയിലെ ജാതി സെൻസസ് വെച്ച് റിസർവേഷൻ ഉണ്ടായപ്പോഴ് ആദ്യമായിട്ട് അവിടുത്തെ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റി അവരോടുള്ളവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വിശ്വാസത്തെ പറയാൻ പറഞ്ഞു. ആദ്യമായിട്ട് പലരും എഴുതി കൊടുത്തു. അപ്പോഴില്ലേ തെലങ്കാന സർക്കാർ ചേട്ടി പോകുന്നത്. പല ആൾക്കാർ കൊടുത്തില്ല, മറ്റു പല ആൾക്കാർ കൊടുത്തു അവരുടെ വിശ്വാസം എന്താണെന്ന്. അതായത് മാറ്റം ഉണ്ടാവുകയാണ്. ആന്ധ്രയിൽ മാറ്റം ഉണ്ടാവുന്നില്ലേ? തെലങ്കാനയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്, തമിഴ്നാട്ടിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഓരോ ചർച്ചകളൊക്കെ ഈ സിറ്റിക്കകത്ത് 50,000-60,000 പേരൊക്കെയാണ് പങ്കെടുക്കുന്നത്. ഇത് ആരെ പോകുന്ന ആരെ? ഹിന്ദുക്കളാണ്. അവിടെ ക്രിസ്ത്യാനികൾ ഇത്രയേ ഉള്ളത്. അതായത് മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യയിലെ സോഷ്യോളജിയാണ് ഇവിടെ അഡ്രസ് ചെയ്യേണ്ടത്. ആ സോഷ്യോളജിക്കൽ ഫാക്ടർ നേരെ ചൊവ്വേ എല്ലാരെയും അംഗീകരിച്ചു പോയാൽ ഇതിനൊരു ബ്രേക്ക് ഇടാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഇന്ത്യയിലെ ബാക്ക്വേർഡ് ക്ലാസ്സിനെ നിങ്ങൾക്ക് ഇനി അടിച്ചോർത്താൻ പറ്റത്തില്ല. നിങ്ങൾ ഗുണ്ടായിസവും ഈ പറയുന്ന ജ്യോതി ശർമ്മയെ പോലെ വാളൂരി മാറ്റിയാലൊന്നും ഇതിനെ തടയിടാൻ പറ്റത്തില്ല.